ഹേ ഗൈസ്, നിങ്ങൾ 15,000 രൂപ ഒരു സാംസങ് ഡിവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 15,000 രൂപക്ക് താഴെ നിങ്ങളൊരു സാംസങ് ഡിവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ യൂസർ എക്സ്പീരിയൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണോ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോവാണ്. അപ്പോൾ സാംസങ്ങിന് എടുക്കണം എന്നുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. എടുക്കണോ വേണ്ടെന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 15,000 രൂപക്ക് താഴെ ബ്രാൻഡ് വാല്യൂ, ഡിസൈൻ, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ് സാംസങ്ങിൻ്റെ F50 5G. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ക്വിക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ സിം ഇജക്ഷൻ ടൂള്, പിന്നെ അതേപോലെ നമ്മുടെ സ്മാർട്ട് ഫോൺ, പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ് വരുന്നത്. ചാർജർ ഇല്ല. അപ്പോൾ സാംസങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് ചാർജർ ഇല്ലാത്തത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ തുടങ്ങാം. ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കറിയാം ഇപ്പോൾ ബഡ്ജറ്റ് ഡിവൈസുകളാണെന്നുണ്ടെങ്കിലും സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളാണെന്നുണ്ടെങ്കിലും സിഗ്നേച്ചർ ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ ആ ഡിസൈൻ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു കളറ് പർച്ചേസ് ചെയ്യുന്നത് വരെ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമുണ്ടായില്ല. പക്ഷേ പർച്ചേസ് ചെയ്ത് കൈ കിട്ടിയപ്പോൾ ഒരു കളർ നല്ല രസമുണ്ട്, നല്ല അടിപൊളി കളറാണ്. എന്തായാലും ഈ ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ നോക്കുകയെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലൊക്കെ വരുന്ന സിഗ്നേച്ചർ ഡിസൈനാണ്. അത് ഫ്ലാഗ്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് ഫോണുകളാണെന്നുണ്ടെങ്കിലും സാംസങ് ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ആ കാര്യത്തിൽ സാംസങ് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോസി ഫിനിഷാണ്. ഒരു ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള മെറ്റാലിക് പ്ലാസ്റ്റിക് ബാക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെറ്റീരിയൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. പിന്നെ വോളിയം ബട്ടൺസ്, പിന്നെ നമുക്ക് അടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി പോർട്ട്, പിന്നെ സ്പീക്കർ, മോണോ സ്പീക്കറാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഓഡിയോ ജാക്ക് ഉണ്ട്, പിന്നെ വോയിസിനുള്ള കട്ടൗട്ട്. അപ്പോൾ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കയ്യിലൊക്കെ പിടിക്കുന്ന ഒരു ബോക്സി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബോക്സിയാണ്, നമുക്കറിയാം, ഇവിടെ കണ്ടില്ലേ, ഒരു ബോക്സി ഫീൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഡിസൈൻ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിലേക്ക് പോകാം. സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഡിസ്പ്ലേ. അപ്പോൾ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ പിന്നെ സാംസങ്ങിനെ പറയേണ്ട കാര്യമില്ല. ബഡ്ജറ്റ് ഫോണുകളിലാണെന്നുണ്ടെങ്കിലും ദ ബെസ്റ്റ് ഡിസ്പ്ലേ തരുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ സാംസങ്. അപ്പോൾ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ നിങ്ങളിപ്പോൾ സിനിമ മറ്റിലെന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല കളർ കാലിബ്രേഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അത് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നല്ല, സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക ഡിവൈസുകളിലും നമുക്കത് ഫീൽ ചെയ്യാവുന്നതാണ്. ബ്രൈറ്റ്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നെസ് ആണ് വരുന്നത്. വലിയൊരു ലൈറ്റ് ബ്രൈറ്റ്നെസ് ഒന്നും പറയാനില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നോർമൽ ലെവലിൽ, എന്നാലും പറ്റ ബാഡാണെന്നൊന്നും പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രൈറ്റ്നെസ് തരുന്നുണ്ട്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്കുള്ളത്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനിലും എല്ലാ സോഫ്റ്റ്വെയറിലും അത് വർക്ക് ആവുന്നുണ്ട്, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഈ കംഫർട്ട് ഷീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് സാംസങ് തരുന്നുണ്ട്. സ്പീക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണോ സ്പീക്കറാണ് വരുന്നത്. സ്പീക്കറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു നല്ലൊരു ഫീല് എന്തായാലും കേട്ടു. ഞാൻ അത്യാവശ്യം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പീക്കർ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബാറ്ററിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ഒരു ബാറ്ററി ബാക്കപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒരു ദിവസം എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒന്നിലേറെ ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ദിവസം എന്തായാലും നല്ലൊരു ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണ് ലഭിക്കുന്നത്. അപ്പോൾ ചാർജിങ് ബാറ്ററി എക്സ്പീരിയൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല എക്സ്പീരിയൻസ് തോന്നി. പിന്നെ ചാർജർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ചാർജർ വാങ്ങേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം സാംസങ് ചാർജർ കൊടുക്കുന്നില്ല, അതൊരു വലിയൊരു മൈനസ് പോയിൻ്റാണ്. ചിപ്സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള F40, അതായത് F40ൽ എക്സിനോസിൻ്റെ ചിപ്സെറ്റാണ് വന്നിരുന്നത്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മെഡിയാടെക് ഡൈമെൻസിറ്റി 6100+ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ചിപ്സെറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കാഷ്വൽ ഗെയിംസ്, ഒരു സബ്വേ സർഫ് അങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ വലിയൊരു ഗെയിം എക്സ്പീരിയൻസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LPDDR4X റാമാണ് വരുന്നത്. അതേപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ AnTuTu സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6GB റാമിൽ 4 lakh AnTuTu സ്കോർ ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും 4GB റാമിൽ നമുക്ക് 3 lakh AnTuTu സ്കോർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 13 5G ബാൻഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ഈ സ്മാർട്ട് ഫോണിൽ
ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4+5 ആണ് വരുന്നത്. അതായത് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിലുള്ള സ്മാർട്ട് ഫോണുകൾ പല സ്മാർട്ട് ഫോണുകളിലും 4 ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 ഇയേഴ്സ് സെക്യൂരിറ്റി അപ്ഡേറ്റും ഒന്നും ലഭിക്കാറില്ല. എന്നാൽ ഇവിടെ സാംസങ് നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 ഇയേഴ്സ് സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള നോക്സ് സെക്യൂരിറ്റി, സെക്യൂർ ഫോൾഡർ, പ്രൈവറ്റ് ഷെയർ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് വേറൊരു സ്മാർട്ട് ഫോണിലേക്ക് നമ്മൾ പ്രൈവറ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഷെയർ ചെയ്ത് തന്നാൽ അത് നിങ്ങൾക്ക് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രൈവറ്റ് ഷെയർ എന്ന് പറയുന്നത്. പിന്നെ സാംസങ് വാലറ്റ് ഉണ്ട്. NFC ഒന്നും സപ്പോർട്ട് അല്ലാത്തതുകൊണ്ട് ടാപ്പ് ആൻഡ് പേ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിലേക്ക് വരികയാണ് ക്യാമറ. ഈ ക്യാമറ ഞാൻ ലാസ്റ്റ് ഭാഗത്തേക്ക് വെച്ചത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സാമ്പിൾസൊക്കെ എനിക്ക് ഈ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 MB അൾട്രാ വൈഡ് ക്യാമറയും 50 MB മെയിൻ ക്യാമറയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതോടൊപ്പം തന്നെ 2 MB മാക്രോ സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ക്യാമറ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് ലെവലിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കളറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഡിറ്റക്ഷനും കട്ടൗട്ടൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് സാംസങ് അത് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അൾട്രാ വൈഡിൽ എടുത്ത ഫോട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളറും കാര്യങ്ങളും വല്ലാതെ കട്ടൗട്ട് ആയിട്ടില്ല. എന്നാൽ സെൽഫിയിലേക്ക് വരുമ്പോൾ കളറ് സ്വാഭാവികമായിട്ടും അത് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്കൈ ആണെന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കൈ കളർ എന്തായാലും നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ 50 MB ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അതെന്തായാലും ക്ലാരിറ്റിയാണ് അവിടെ ഇമ്പ്രൂവ് ആകുന്നത്. അവിടെ കളർ കാര്യങ്ങളും ബെറ്ററായിട്ട് ഇമ്പ്രൂവ് ആകുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1080p നമുക്ക് 30 FPS സപ്പോർട്ടാണ്. ഇത് ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും സപ്പോർട്ടാണ്. നമ്മളെ സാംസങ് F15ൻ്റെ ക്യാമറയാണ്, മെയിൻ ക്യാമറയാണ്. ബാക്ക് ക്യാമറയിലാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ HD ആണ്. 30 FPS നമ്മളെ ക്യാമറ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറേൻ്റെ വീഡിയോ ക്വാളിറ്റി. ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറേൻ്റെ വീഡിയോ ക്വാളിറ്റി എന്നുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 MB ആണ് വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ മൈനസായിട്ട് തീരെ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ OIS സപ്പോർട്ട് കൊടുക്കാമായിരുന്നു. ഏകദേശം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സാംസങ്ങിൻ്റെ F34 5Gയിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ OIS ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ പറ്റും. അപ്പോൾ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ ആയിരിക്കും ബെറ്റർ. അപ്പോൾ എന്തായാലും നിങ്ങൾ സാംസങ് ഡിവൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ലാഗും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ ഈ സ്മാർട്ട് ഫോൺ മൊത്തത്തിൽ സെറ്റപ്പ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് തുടങ്ങിയ ഉടനെ വളരെ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആനിമേഷൻസും കാര്യങ്ങളും നോക്കാനല്ല, വളരെ പെർഫെക്റ്റാണ് സാംസങ്ങിൻ്റെ ആനിമേഷൻസും. കളറും ഡിസ്പ്ലേ നോക്കാനല്ല, നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. ബാറ്ററി ബാക്കപ്പും നല്ലതാണ്. ഇതിലെ പോരായ്മയായിട്ടുള്ള എനിക്ക് മെയിനായിട്ട് തോന്നിയത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. ഹീറ്റ് എന്ന് പറയുമ്പോൾ വലിയ ഹീറ്റും കാര്യങ്ങളും ഇല്ല. നിങ്ങൾ വലിയ ഹൈ എൻഡ് ഗെയിം കളിക്കുമ്പോൾ മാത്രമാണ് ഹീറ്റ് ആവുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ വലിയ ഗെയിമൊന്നും കളിക്കാത്തതുകൊണ്ട് ഇവിടെ വലിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി നിങ്ങളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് സത്യസന്ധമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിസൈനും കാര്യങ്ങളും നോക്കിയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അത്രയ്ക്ക് നല്ലതല്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ അല്ലാത്ത നല്ല നല്ല ഡിവൈസുകൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4GB 128GB വേരിയൻറ്റിന് 12,999 രൂപയാണ്. എന്നാൽ 6GB 128GB വേരിയൻറ്റിന് വരുന്നത് 14,499 രൂപയാണ്. കൺക്ലൂഷൻ ആയിട്ടൊരു കാര്യം പറയാം, നിങ്ങൾ ഡിസൈനും പിന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡ് വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് നല്ലൊരു പെർഫോമൻസ്, ഒരു വിഷ്വൽ എക്സ്പീരിയൻസും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ഫോൺ. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെയും നല്ല സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാംസങ്ങിൻ്റെ വേണം, നല്ല ഡിസൈനും ഒരു സിഗ്നേച്ചർ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു S22ൻ്റെ ഫീലൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്.
ഇതിലും ബെറ്റർ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് സാംസങ് ബ്രാൻഡിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് സ്മാർട്ട് ഫോൺസിനെ കുറിച്ചും ഗാഡ്ജറ്റുകളെ കുറിച്ചും ടെക്നോളജി നമ്മൾ ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് നമ്മൾ ഈ വീഡിയോ ഷെയർ കൂടി ചെയ്തേക്കാം.